Hello friends, welcome back to Babu's World. ഇന്ന് pivot tableലെ ഒന്ന് രണ്ട് ടിപ്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. എൻ്റെ അടുത്ത് ഇവിടെ ഒരു സെയിൽസ് ഡാറ്റയുടെ ടേബിൾ ഉണ്ട്. ഇതിൽ കുറേ ഡാറ്റ ഉണ്ട്. ഓർഡർ ID, ഓർഡർ ഡേറ്റ്, കസ്റ്റമറുടെ ID, കസ്റ്റമറുടെ നെയിം, അതുപോലെ പ്രോഡക്റ്റ് ID, പിന്നെ ഏത് കാറ്റഗറിയാണ്, അങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സെയിൽസ് ചെയ്ത എമൗണ്ട്, ക്വാണ്ടിറ്റി, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഡാറ്റ വെച്ചിട്ട് ഒരു പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വേണ്ടത് പ്രോഡക്റ്റ് ഐഡിയും പ്രോഡക്റ്റ് നെയിമും പിന്നെ ടോട്ടൽ എത്ര എമൗണ്ട് ആണ് സെയിൽസ്, ആ പ്രോഡക്റ്റിൻ്റെ എത്ര ക്വാണ്ടിറ്റി സെയിൽ ചെയ്തെന്നുള്ള ഒരു പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിളിന് ഇതുപോലെ പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് ID വന്നിട്ടുണ്ട്, ആ പ്രോഡക്റ്റ് IDയുടെ നെയിം, ഡിസ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്, അതിൻ്റെ സെയിൽ എമൗണ്ട്, അതിൻ്റെ ക്വാണ്ടിറ്റി. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ഈ ഐറ്റം ഐഡിയും ഐറ്റം നെയിമും ഒരേ സെല്ലിലല്ല, ഒരേ റോയിലല്ല ഉള്ളത്. ഇതെങ്ങനെ ഈ രീതിയിൽ, ഇപ്പോൾ ഇവിടെ ഞാനത് ക്ലിയർ ആക്കിയിട്ടുണ്ട്, ഈ രീതിയിലേക്ക് എങ്ങനെ ഈ പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എപ്പോൾ പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് നമ്മൾ സബ് ലെയർ എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഫീൽഡ്സ് സബ് ലെയർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇവിടെ ഇപ്പോൾ ഒന്നിൻ്റെ താഴെ ഒന്നായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതെന്ത് കിട്ടില്ല, ഒരേ രീതിയിൽ ഒരേ ലൈനിൽ കിട്ടില്ല, ഈ ലൈനിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. കണ്ടില്ലേ? പിന്നെ നിങ്ങളിപ്പോൾ ഇവിടെ കസ്റ്റമർ ID കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതുകൂടെ ആഡ് ചെയ്യുമ്പോൾ 2 റോ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് സിംഗിൾ റോയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അത് വളരെ സിമ്പിളാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് നിങ്ങൾക്ക് പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന മുതൽ കാണിക്കാം. ഫസ്റ്റ് നമ്മൾ ഡാറ്റ സെലക്ട് ചെയ്തു, മൊത്തം ഡാറ്റ സെലക്ട് ചെയ്തു. എന്നിട്ട് അവിടെ ഇൻസേർട്ടിൽ ആദ്യം പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ റേഞ്ച് സെലക്ട് ആയിട്ടുണ്ട്. ഇനി പിവോട്ട് ടേബിളിൽ ന്യൂ വർക്ക്ഷീറ്റ് കൊടുത്താൽ പുതിയൊരു വർക്ക്ഷീറ്റിലായിരിക്കും പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഇത് പിവോട്ട് ടേബിളിൻ്റെ വന്നിട്ടുണ്ട്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫീൽഡും ഇവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, നമുക്ക് ഡിസ്പ്ലേ ടോട്ടൽ വേണ്ടത് സെയിൽസിൻ്റെ ടോട്ടലും ക്വാണ്ടിറ്റിയുടെ ടോട്ടലുമാണ് വേണ്ടത്. അപ്പോൾ അത് രണ്ടും ഇവിടെ സെലക്ട് ചെയ്തു. ഇനി ഏതിൻ്റെ സമ്മറി ചെയ്ത് വരണം, നമുക്ക് പ്രോഡക്റ്റിൻ്റെ IDയിൽ വരണം. പ്രോഡക്റ്റ് ID, ഈച്ച് പ്രോഡക്റ്റിൻ്റെ ടോട്ടൽ സെയിൽ എമൗണ്ടും ക്വാണ്ടിറ്റിയും ഇവിടെ കാണിക്കുന്നുണ്ട്. എനിക്കിതിൻ്റെ കൂട്ടത്തിൽ ഈ പ്രോഡക്റ്റ് IDയുടെ നെയിമും കൂടെ സെലക്ട് ചെയ്യണം. അപ്പോൾ അതിനെന്ത് ചെയ്യാം, നമ്മളിവിടെ പ്രോഡക്റ്റ് നെയിം ഉണ്ട്, പ്രോഡക്റ്റ് നെയിമും കൂടെ ഇവിടേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. ഇപ്പോൾ നമുക്കിത് വരുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. പ്രോഡക്റ്റ് ID വന്നു, അതിൻ്റെ താഴെയായിട്ട് എന്തുണ്ട്, പ്രോഡക്റ്റ് നെയിം വന്നു, പിന്നെ ഇവിടെ എമൗണ്ടും അതിൻ്റെ ക്വാണ്ടിറ്റിയും. ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഇനി ഈ ഒരു ഫോർമാറ്റിലേക്ക് ചേഞ്ച് ചെയ്യണം. ഇത് വളരെ സിമ്പിളാണ്. എന്ത് ചെയ്യുക, നമ്മൾ പിവോട്ട് ടേബിളിലെ ഡിസൈനിൽ പോവാം. അത് റിപ്പോർട്ട് ലേ ഔട്ടിൽ ഷോ ഇൻ ടാബുലർ ഫോം സെലക്ട് ചെയ്യാം. സോ ഡൺ. നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ പ്രോഡക്റ്റ് ID ഉണ്ട്, അതിൻ്റെ പ്രോഡക്റ്റ് നെയിം സെയിം റോയിൽ വന്നു, അതിൻ്റെ സെയിൽസ് എമൗണ്ട് ഉണ്ട്, അതിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ട്. വളരെ സിമ്പിളാണ്. അപ്പോൾ എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണിത്. ഇനി നെക്സ്റ്റ് നമുക്ക് എങ്ങനെ ഈ പിവോട്ട് ടേബിളിനെ സ്ലൈസർ വെച്ചിട്ട് ഫിൽറ്റർ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം, അതിന് ആദ്യം ഇൻസേർട്ട് സ്ലൈസർ കൊടുക്കുക. അപ്പോൾ എനിക്ക് ഈ പിവോട്ട് ടേബിള് നമുക്ക് പ്രോഡക്റ്റ് കാറ്റഗറി വെച്ചിട്ട് ഫിൽറ്റർ ചെയ്യണം. അപ്പോൾ കാറ്റഗറി ഇപ്പോൾ എല്ലാ ഫീൽഡും ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ഫീൽഡിനാണോ സ്ലൈസർ വേണ്ടത് ആ ഫീൽഡിൽ ടിക്ക് ചെയ്യാം, ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ സ്ലൈസർ വന്നിട്ടുണ്ട്. പിന്നെ ഇതിലുള്ള മൊത്തത്തിൽ 3 വാല്യൂ ആണുള്ളത്. ഈ മൊത്തം സെയിൽസ് 3 കാറ്റഗറിയിലാണുള്ളത്. ഒരെണ്ണം ഫർണിച്ചറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫർണിച്ചറിൻ്റെ സെയിൽ മാത്രമേ ഇവിടെ കണ്ടാൽ മതിയെങ്കിൽ ഫർണിച്ചറിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ഓഫീസ് സപ്ലൈസ് മാത്രമാണ് വേണ്ടെങ്കിൽ അങ്ങനെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ മോർ ദാൻ 1 കാറ്റഗറി നിങ്ങൾക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ പോയിട്ട് ഇത് ടിക്ക് ചെയ്യുക. അപ്പോൾ മൾട്ടിപ്പിൾ ആണ്, ഇപ്പോൾ മൾട്ടിപ്പിൾ സെലക്ഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെക്നോളജി സെലക്ട് ചെയ്യാം, ഫർണിച്ചർ സെലക്ട് ചെയ്യാം. കേട്ടോ, ഇപ്പോൾ 2 സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ടെക്നോളജി വേണമെങ്കിൽ അതുകൂടെ സെലക്ട് ചെയ്യാം. അപ്പോൾ 3 സെലക്ട് ആയി. ഇനി ഏതെങ്കിലും സെലക്ഷൻ ഒഴിവാക്കണമെങ്കിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ മതി, അത് സെലക്ഷൻ ഔട്ടായി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.